മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇവന്റ് എന്തൊക്കെയാണ്, ഇപ്പോൾ ലാസ്റ്റ് വീക്കിലെ പോസിറ്റീവ് ന്യൂസ്, നെഗറ്റീവ് ന്യൂസ് നെക്സ്റ്റ് വീക്കിൽ എങ്ങനെ ഇമ്പാക്ട് ആവും, പിന്നെ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ സപ്പോർട്ട് ലെവൽ, റെസിസ്റ്റൻസ് ലെവൽ, ഷോർട്ട് ടേമിന് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് നെക്സ്റ്റ് വീക്കില് ഏതൊക്കെ സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന 10 സ്റ്റോക്കുകളും കൂടി നോക്കാം. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലെയിമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് ഉള്ള ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി സ്റ്റോക്കിന്റെ വാലുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് വീക്കില് പോസിറ്റീവ് ന്യൂസിന് മുന്നേ നെക്സ്റ്റ് വീക്കില് നമുക്ക് 5 ഡേയ്സും വർക്കിംഗ് ആണ്, ഹോളിഡേ ഒന്നും ഇല്ല. പിന്നെ ട്യൂസ്ഡേ മന്ത്ലി സെറ്റിൽമെന്റ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മൺഡേ നമുക്കൊരു വോളട്ടൈൽ ആയിട്ടുള്ള മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ചേഞ്ച് ആയേക്കാം എന്നുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട്. പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ശക്തികാന്ത ദാസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വളരെ പോസിറ്റീവ് ന്യൂസ് ആയിരിക്കും. റുപ്പിയൊക്കെ അപ്രീഷിയേറ്റ് ആവും. അപ്പൊ ആ ഒരു ഫേവറബിൾ ന്യൂസിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ് എല്ലാവരും. കാരണം പ്രീവിയസ് ആയിട്ടുള്ള ഫിനാൻസ് മിനിസ്റ്റർ മാർക്കറ്റിന് വലിയ പോസിറ്റിവിറ്റി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഒരു വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ റെഡ്യൂസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസും കുറഞ്ഞിരിക്കുന്നു. $73 പെർ ബാരൽ വന്നിരിക്കുകയാണ്. പിന്നെ CLSA ഇന്ത്യയുടെ ഫോർകാസ്റ്റ് 0.3% ഇൻക്രീസ് ആക്കിയിരിക്കുകയാണ്. ഫ്രം 6.3% നിന്ന് 6.75% കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ ഡൊമസ്റ്റിക് ബൈയിങ്ങിൽ തുടരുന്നതും പോസിറ്റീവ് ആണ്. പിന്നെ FISന്റെ സെല്ലിംഗ് പവർ റെഡ്യൂസ് ആക്കിയത് പോസിറ്റീവ് ന്യൂസ്. ഇത്ര പോസിറ്റീവ് ന്യൂസേ ഉള്ളൂ. ഇനി നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മൺസൂൺ പ്രതീക്ഷിച്ച പോലെ ഇല്ല എന്നിട്ട് IMD റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. 43% ബിലോ നോർമൽ റെയിൻഫോളിൽ വന്നിരിക്കുന്നു. പിന്നെ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സെൽ ഓഫ്, അതൊരു നെഗറ്റീവ് ന്യൂസ്. പിന്നെ ഇന്ത്യയും US ട്രേഡ് ഡീല് ഡൽഹിയിൽ നടന്നത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, തുടരുകയാണ്. അതൊരു നെഗറ്റീവ് ന്യൂസ് ആണ്. പിന്നെ ഫ്രൈഡേ US മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷിംഗ്ടൺ പെന്റഗണിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇറാന്റെ ഷിപ്പ് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് US ഹോർമോസ് സോണിൽ. അതും ഈ ഒരു MOM മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തതിന് ശേഷം ഈ ഒരു അറ്റാക്ക് വന്നിരിക്കുന്നു എന്നുള്ള ഒരു ന്യൂസ്, അതും ഒരു നെഗറ്റീവ് ന്യൂസ് ആണ്. പിന്നെ റുപ്പി ഇങ്ങനെ അപ്രിഷിയേറ്റ് ആകാതെ 94-95 ആ ലെവലിൽ തന്നെ പോകുന്നത് ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. കമ്മിങ് ലാസ്റ്റ് വീക്കിൽ നോക്കുകയാണെങ്കിൽ സെൻസസ് 297 പോയിന്റ്സ് ആഡ് ആയി, അതായത് 0.38% ഇൻക്രീസ് ആയി 77,100 വന്ന് സെറ്റിലായി. നിഫ്റ്റി അതുപോലെ 42 പോയിന്റ് കൂടി 24,056 സെറ്റിൽ ആയിരിക്കുകയാണ്. സ്മോൾ ക്യാപ്പ് ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ആയി. അതുപോലെ മിഡ് ക്യാപ്പ് 1% ഡൗണിലും ക്ലോസ് ആയിട്ടുണ്ട്. ഫാർമ 2% ഹൈയില് ക്ലോസ് ആയിട്ടുണ്ട്. റിയാലിറ്റി ഇൻഡെക്സ് 1.5%, പ്രൈവറ്റ് ബാങ്ക് ഓട്ടോ 1.5 lakh ഹൈയില് 1.5% ഹൈയില് സെറ്റിൽ ആയിരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് വീക്കിൽ അണ്ടർ പെർഫോം ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സെക്ടർ എന്ന് പറയുമ്പോൾ മെറ്റൽസ് 4.5% ഇടിഞ്ഞിട്ടുണ്ട്. അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ് 2.5% ഡൗൺ ആയിരിക്കുന്നു. എനർജിയും 2.2% ഡൗണിൽ സെറ്റിൽ ആയിട്ടുണ്ട്. റുപ്പി 94.4 സെറ്റിൽ ആയിരിക്കുകയാണ്. ലാസ്റ്റ് വീക്കില് 94.33. അതിന് മുന്നത്തെ വീക്കില് 7 പൈസ ഡിപ്രീഷിയേറ്റ് ആയിട്ടുണ്ട് വീക്ക്ലി ബേസിസിൽ. FIE 2000 crore സെല് ചെയ്തിരിക്കുകയാണ്. DAS 11,000 crores ബൈ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീക്ക്. പിന്നെ മാർക്കറ്റ് ക്യാപ് 2 lakh crores ഡൗൺ ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ലാസ്റ്റ് വീക്കിലത്തെ ഒരു റിപ്പോർട്ട്. അപ്പൊ കമ്മിങ് വീക്കില് പ്രധാനപ്പെട്ട ഇവന്റുകൾ എന്തൊക്കെയാണ്? അപ്പൊ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മൺഡേ ജൂൺ 29 4 മണിക്ക് ഈവനിങ് ഇന്ത്യയുടെ IIP ഡേറ്റ വരുന്നുണ്ട്. പ്രീവിയസ് ആയിട്ട് 4.9%, ഫോർകാസ്റ്റ് വരുന്നത് 4.2% ആണ്. പിന്നെ ട്യൂസ്ഡേ ജൂൺ 30 ഇന്ത്യയുടെ സെറ്റിൽമെന്റ് ഡേ ആണ്. അതുപോലെ 7:30 മണി ഈവനിങ് USA ജോബ് ഓപ്പണിംഗ് ഡേറ്റ വരുന്നുണ്ട്.
വെനസ്ഡേ ജൂലൈ 1-ാം തീയതി ഇന്ത്യയുടെ GST ആൻഡ് ഓട്ടോ സെയിൽസ് ഡേറ്റ വരുന്നുണ്ട്. അതുപോലെ 2:30 മണി ഈവനിങ് യൂറോപ്യൻ ഇൻഫ്ലേഷൻ 3.2%. പ്രീവിയസ് ഉണ്ടായിരുന്നത് ഫോർകാസ്റ്റ് ഇപ്പോൾ 3.1% ആണ്. 6:30 മണിക്ക് USA ഫെഡ് ചെയർ സ്പീച്ച് കാണും. അതുപോലെ ചെയർപേഴ്സന്റെ പിന്നെ 7:30 PM USA ISM മാനുഫാക്ചറിംഗ് PM ഡേറ്റ വരുന്നുണ്ട്. പിന്നെ തേഴ്സ്ഡേ ജൂലൈയുടെ 6-ാം തീയതി ജൂലൈ 2-ാം തീയതി 6 മണിക്ക് ഈവനിങ് USA നോൺ ഫോം പേറോൾസ് ഡേറ്റ അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ഇവന്റുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. പിന്നെ FIS ഇൻഡെക്സ് ഫ്യൂച്ചറിൽ എത്ര പൊസിഷൻ വെച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ 85% ആണ് ഷോർട്ട്. മുന്നത്തെ ഷോർട്ട് 88%. അതിൽ നിന്ന് ഇപ്പൊ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയും നല്ല റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. ക്ലൈന്റ് 74% ലോങ്ങിലും ഡൊമസ്റ്റിക് 84% ലോങ്ങിലും പ്രൊപ്രൈറ്റർ 5% ലോങ്ങിലുമാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ സപ്പോർട്ട് ലെവൽ നെക്സ്റ്റ് വീക്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. റെസിസ്റ്റൻസ് ലെവൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു 24,200 അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 24,500 അതാണ് റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. സപ്പോർട്ട് ലെവൽ വരുന്നത് 23,800 അതിന് താഴേക്ക് പോയാൽ 23,600. അപ്പൊ ഈ ഒരു 24,200 23,800 ഈ ഒരു 400 പോയിന്റ്സിലാണ് ഈ ഒരു ബോക്സിലാണ് ഇപ്പോൾ നിഫ്റ്റി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞാൽ 58,700 59,000 ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ്. സപ്പോർട്ട് ലെവൽ 57,600 ആ ഒരു റേഞ്ചാണ്. ഓക്കെ, ഇനി നമുക്ക് ഷോർട്ട് ടേമിന് ഏതൊക്കെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാം, ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന കോൾസ് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റോക്കാണ് അദാനി പവർ. അദാനി പവർ 229 rupees ട്രേഡ് ചെയ്യുന്നു. സോ മോത്തിലാൽ ഒസ്വാൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് വരുന്നത് 275 ആണ്. ബട്ട് എന്നാലും എപ്പോഴും നമ്മൾ നിയറസ്റ്റ് ടാർഗറ്റ് എടുക്കുക 235 240. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് CG പവർ. CG പവർ നൊമൂറയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 1050 വരെ പോകും എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. തേർഡ് സ്റ്റോക്ക് വരുന്നത് അപ്പോളോ ഹോസ്പിറ്റൽസ്. അപ്പോളോ ഹോസ്പിറ്റൽസ് 9,790 14% ഒക്കെ ഉയരുമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. മീഷോയാണ് നെക്സ്റ്റ് സ്റ്റോക്ക്. മീഷോ 210 പോകുന്ന റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സ്റ്റോക്കിന് വാല്യുവേഷൻ ഒന്നും കൊള്ളത്തില്ല. സോ ഇത് അവോയ്ഡ് ചെയ്യാം. വാല്യുവേഷൻ ROC ഒക്കെ നെഗറ്റീവ് ആണ്. നെക്സ്റ്റ് വരുന്നത് ആധാർ ഹൗസിംഗ് ഫൈനാൻസ്. ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ല സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് 630 വരെ പോകുമെന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. മോത്തിലാൽ ഒസ്വാൾ ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി 3090 ആണ് ടാർഗറ്റ്. ജെഫ്രീസ് ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക്. അഗെയിൻ നിയറസ്റ്റ് ടാർഗറ്റ് എടുത്താവും. സോ 2655 ബ്രേക്ക് ചെയ്താൽ ഈ ഒരു സ്റ്റോക്കിലെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ആപ്റ്റസ് വാല്യൂ. സോ ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് 265 rupees ട്രേഡ് ചെയ്യുന്നു. 270 ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താലേ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. 400 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. നൊമൂറയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സീമെൻസ് എനർജി. ഈ ഒരു സ്റ്റോക്കാണ്. സോ 3686 rupees ട്രേഡ് ചെയ്യുന്നു. 3690 ബ്രേക്ക് ചെയ്താലേ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിന് ഉള്ളൂ. 4500 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇൻഡോ കൗണ്ട്. Indocount Industries. Okay. Indocount Industries 427 rupees ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്യുന്നുണ്ട്. 550 ആണ് ടാർഗറ്റ് റെക്കമെൻഡ്. ഇപ്പൊ 430 ബ്രേക്ക് ചെയ്താലേ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇൻഡോകൗണ്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ട്. ICI
സോ 4:30 ബ്രേക്ക് ചെയ്യണം, എന്നാലേ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ 550 വരെ പോകുമെന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. സോ ഈ സ്റ്റോക്കുകളൊക്കെയാണ് ഷോർട്ട് ടേമിന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഈ സ്റ്റോക്കുകളല്ലാതെ ബാക്കി ഡെയിലി ഉള്ള റെക്കമെൻഡേഷൻ ടെലഗ്രാമിൽ കൊടുക്കാം. ടെലഗ്രാം ആക്റ്റീവ് അല്ല എന്ന് എല്ലാവരും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആപ്പ് വർക്ക് ആകാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അത് വർക്ക് ചെയ്യുന്നുണ്ട്, നോക്കാം. അപ്പൊ മലയാളം ഷെയറുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ബേസിക് വീഡിയോസ്, അതുപോലെ ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് കൊണ്ട് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.